എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ റവ കൊണ്ട് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നതാണ്. ഇന്നത്തെ ഉപ്പുമാവ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റിയിലാണ്. അതും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാനായിട്ടും നമ്മുടെ വീടുകളിൽ ഉപ്പുമാവ് മിക്കപ്പോഴും തയ്യാറാക്കി എടുക്കാറുള്ള ഒന്നാണ്. ഇനി അടുത്ത തവണ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കല്ലേ. ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റവയാണ് പാനിലേക്ക് ചേർക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് അളവിലാണ് റവ എടുത്തിട്ടുള്ളത്. ഇതൊരു 400 ഗ്രാം അളവുണ്ട്. ഇനി നമുക്ക് ഈ റവയിലേക്ക് 2-3 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ച് റവ ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യ് ഒഴിച്ച് റവ ഫ്രൈ ചെയ്ത് ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഉപ്പുമാവ് കഴിക്കാൻ പറ്റുന്നത്. നല്ലോണം തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്, കാരണം പെട്ടെന്ന് തന്നെ റവ കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ 2-3 മിനിറ്റ് നേരം ചെറിയ തീയിൽ റവ വറുത്തെടുത്തപ്പോഴേക്കും റവയിലേക്ക് ആ ഒരു നെയ്യെല്ലാം നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റവ ഒരു ഹോട്ട് ബോക്സിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള ഒരു പാത്രം എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഹോട്ട് ബോക്സിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. റവ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഒരു തരി പോലും കളറൊന്നും തന്നെ മാറാതെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് റവ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല പോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ സാധിക്കും. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുവാണെങ്കിൽ റവ കരിഞ്ഞൊക്കെ പോവാനും സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കേണ്ടത്. റവ ഫ്രൈ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അതേ പാനിലേക്ക് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. 2 കപ്പ് റവയ്ക്ക് 4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് അളന്ന ബാക്കിയുള്ള വെള്ളമാണ്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് നന്നായിട്ട് തന്നെ വെട്ടിത്തിളച്ച് വരട്ടെ. വെള്ളം ഇപ്പോൾ നല്ലപോലെ വെട്ടിത്തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. റവ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഹോട്ട് ബോക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഏത് പാത്രമാണോ ആ ഒരു പാത്രം എടുത്താൽ മതിയാകും. റവ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർക്കാം. കടുകിപ്പോൾ നന്നായിട്ട് തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പ് കൂടെ ചേർക്കാം. ഒരു പിടിയോളം കാഷ്യൂസ് കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. കാഷ്യൂസ് ഒക്കെ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 10-15 റൈസിൻസ് ആണ്. റൈസിൻസും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം മൂപ്പായി വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തിട്ട് ഇത് ചേർക്കണം. വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും ഒന്ന് വഴണ്ടു വന്നാൽ നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള, 1 ക്യാരറ്റ്, 4 ബീൻസ്, 3 പച്ചമുളക് ഇത്രയും ചേരുവകൾ ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. വഴറ്റുന്ന ചേരുവയിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിവായി കിട്ടണം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കണം. പച്ചക്കറികളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴണ്ട് തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് 2 കൈപ്പിടി നാളികേരം തിരുമ്മിയത് കൂടെ ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നാളികേരം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. നാളികേരമൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. നാളികേരമൊക്കെ ചേർത്ത് 1 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റവയാണ് ചേർക്കേണ്ടത്. റവ വെള്ളമെല്ലാം വറ്റി നല്ല പാകമായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ റവ നമ്മൾ താളിപ്പിച്ചു വെച്ചേക്കുന്ന കൂട്ടിലേക്ക് ചേർക്കാം. അധികമൊന്നും കട്ട പിടിക്കാതെ തന്നെ നല്ല പാകത്തിലാണ് റവ വെന്ത് വന്നിട്ടുള്ളത്. ഈ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ റവ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം റവ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. കട്ടകളൊക്കെ ഉടച്ച് റവ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ റവ മുഴുവനും തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. റവ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ 2 മിനിറ്റ് നേരം ഉപ്പുമാവ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നല്ല പോലെ സോഫ്റ്റായി എല്ലാം ഒരുപോലെ തന്നെ വേവായി വന്നിട്ടുണ്ട്. അതുപോലെ
ഇതിനുള്ളിലുണ്ടായിരുന്ന ആ ഒരു കട്ടയെല്ലാം ഉടഞ്ഞ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഉപ്പുമാവ് ഇവിടെ തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഒരുപോലെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു രീതിയിൽ ഉപ്പുമാവ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.